നമസ്കാരം നമസ്കാരം നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയുന്നത് ഒരു വസ്ത്രവ്യാപാര ശാല നടത്തുന്ന ഒരു ഉടമയെക്കുറിച്ചാണ്. വസ്ത്രവ്യാപാരി എന്ന് വേണമെങ്കിൽ ആ ആളിനെ വിളിക്കാം. ഞാനൊരു കഥ പോലെ അതിവിടെ പറയുവാൻ തുടങ്ങുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു സന്ദേശം വരികയുണ്ടായി വാട്സാപ്പില്. ആ സന്ദേശത്തിന്റെ ഉടമയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും വാട്സാപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും എഴുത്തുകളും കൈമാറുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് താനൊരു വസ്ത്രവ്യാപാരിയാണെന്ന്, സ്വന്തമായൊരു വസ്ത്രവ്യാപാരശാലയുണ്ടെന്നും ആ ആള് പറഞ്ഞു വെച്ചത്. എന്റെ വീഡിയോ ദൃശ്യങ്ങളും ഓഡിയോ ദൃശ്യങ്ങളും കേൾക്കാറും കാണാറും ഉണ്ടെന്നൊക്കെയും സൂചിപ്പിക്കുന്ന വാക്കുകൾ പറയുകയുണ്ടായി. ഞാനതൊക്കെയും കേട്ടുകൊണ്ടിരുന്നു, മറുപടിയും കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നത് ആളെന്റെ അടുക്കിലേക്ക് സംസാരിക്കാൻ വന്നപ്പോൾ എനിക്ക് ഫീസ് തന്നിട്ടാണ് സംസാരിച്ചത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ആരോടും വെറുതെ സംസാരിക്കുവാൻ കഴിയില്ല എന്ന്. അതിന് പ്രകാരം എനിക്ക് പണം തന്നിട്ടാണ് സംസാരിച്ചത്. പിന്നീട് ഞാന് അദ്ദേഹത്തിന് ദക്ഷിണ പോലെ ഒരു കുഞ്ഞു തുക ഇട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം പോകട്ടെ. അതും കഴിഞ്ഞ് മറ്റൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അദ്ദേഹത്തിന്റെ ആവേശം, അതായത് ഒന്നുകിൽ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴുള്ള ആ ആവേശം കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറുഭാഗത്ത് നിൽക്കുന്ന ആൾ അറിയപ്പെടുന്ന ഒരാളാണ് എന്ന തോന്നലുണ്ടായതുകൊണ്ടായിരിക്കണം എന്നോട് കുറെ സംസാരിച്ചു. താനൊരു വസ്ത്ര വ്യാപാരിയാണെന്ന് കൂടി പറഞ്ഞപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി. കാരണം ഞാനും ഒരു വസ്ത്ര വ്യാപാരിയാണ്. മറ്റുള്ളവർക്കാർക്കും അത് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഞാനത് വ്യാപാരം ചെയ്യുന്നതുമില്ല. ഞാൻ കച്ചവടം ചെയ്യുകയല്ല. ആവശ്യക്കാർക്ക് കൊടുക്കുന്നു. എന്നാൽ എനിക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ അതിൽ നിന്നും ആ വസ്ത്രം കൊടുക്കുന്ന അവർ തരുന്ന തുകയിൽ നിന്നും ഞാൻ ആ പണം ഉപയോഗിക്കുന്നു. ചിലർ വരുമ്പോൾ അവർക്ക് ആവശ്യത്തിന് വസ്ത്രം കൊടുക്കുന്നു. അതൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അല്ലാതെ ഇതിനൊരു ഭീമൻ ബിസിനസ് പോലെ ഞാൻ കാണുന്നില്ല. ഒരു വ്യാപാരം, ഒരു കച്ചവടം അങ്ങനെയൊന്നായിട്ട് എനിക്ക് കൊണ്ടുപോകാനും കഴിയില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി വസ്ത്രങ്ങളെ കുറിച്ച്. എനിക്ക് കുറെ വസ്ത്രങ്ങൾ അയച്ചു തരാമെന്നും പറഞ്ഞു. എന്തിനേറെ എന്റെ അടിവസ്ത്രത്തിന്റെ അളവ് വരെ ചോദിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ അടിവസ്ത്രത്തിന്റെ അളവ് എനിക്ക് പോലും കൃത്യമായി അറിയില്ല. എന്നാൽ ആ ആള് അദ്ദേഹത്തിന്റെ ഭാവനയിൽ അളവ് അദ്ദേഹം പറയുകയുണ്ടായി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു എന്തായാലും പോരട്ടെ, അളവ് നിങ്ങളുടെ ഭാവനയിൽ തോന്നുന്ന അളവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ അഡ്രസ് വാങ്ങിച്ചു. എനിക്ക് വസ്ത്രം അയച്ചു തരാനാണെന്ന് പറഞ്ഞു. പക്ഷേ നാളിതുവരെയായിട്ടും വസ്ത്രങ്ങൾ ഇവിടെ
ഉള്ളതേ അല്ല. അതായത് വസ്ത്രങ്ങൾ ഇവിടെ എത്തിയില്ല എന്നുള്ളതാണ് വാസ്തവം. വസ്ത്രങ്ങൾ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് യാഥാർത്ഥ്യം. കാരണം എനിക്ക് വസ്ത്രങ്ങൾ ഇവിടേക്ക് അയക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അതിന് പണം വേണ്ട എന്നും എടുത്തു പറഞ്ഞു. ഞാൻ അയച്ചു തരുന്നതിന് പണം വേണ്ട എന്നും കൂടി പറഞ്ഞു. പണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിലെനിക്ക് വലിയ ആനന്ദമോ സന്തോഷമോ ഒന്നും തോന്നിയില്ല. എന്നാൽ ഞാൻ അദ്ദേഹം വസ്ത്രം അയച്ചു തരും എന്ന പ്രതീക്ഷയിൽ ഇരുന്നതുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആ ആവേശം, അപ്പോഴുണ്ടാകുന്ന ആ ആവേശം, ചില മനുഷ്യരുടെ സ്വഭാവങ്ങളെയാണ് ഞാനിവിടെ കാട്ടുന്നത്. ചിലരിങ്ങനെയാണ്, ആവേശത്തിൽ പലതും പറയും, പക്ഷെ അവർക്കത് പ്രവർത്തിച്ച് കാട്ടാൻ ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. ചിലപ്പോൾ തിരക്കുകൾക്കിടയിൽ മറന്നുപോയതായിരിക്കണം. പക്ഷെ സാധാരണപ്പെട്ട ഒരു സ്ത്രീയോ മനുഷ്യനോ ആണെങ്കിൽ പറഞ്ഞെന്നെ, നിങ്ങൾ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അത് തന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അങ്ങനെ നിരന്തരം ചാറ്റ് ചെയ്യുകയും അദ്ദേഹം പറ്റിച്ചു, ചതിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്കങ്ങനെ പറയാനും സാധിക്കുന്നില്ല. കാരണം അദ്ദേഹം തിരക്കുള്ള ഒരാളാണ്, ഹോൾസെയിൽ നടത്തുന്ന ആളും കൂടിയാണെന്ന് പറഞ്ഞു. അതായത് കൂടുതൽ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ടുവരിക, എന്നിട്ട് അത് ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കുക. ഇത്ര എണ്ണം വീതം എടുത്ത് ചെറുകിട കച്ചവടക്കാർക്ക് കൊടുക്കുക, അത് ഹോൾസെയിൽ. അപ്പോ അങ്ങനെയും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ എന്തോ പറയാൻ വന്നു. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇന്ന് വരെ എന്റെ വീഡിയോസ് ആൻഡ് വോയിസ് കേട്ടവരൊക്കെയും ഞാൻ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നോ പറയുന്നതെന്നോ ഒന്നും അവർക്കറിയില്ല. അവരെന്തൊക്കെയോ കേൾക്കുന്നു, കാണുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിലയിരുത്തുന്നു, അത്രമാത്രം. പക്ഷെ അദ്ദേഹം നല്ലൊരു ബിസിനസ്മാൻ ആണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോസുകളും എൻ്റെ വോയിസുകളും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ നന്നായിട്ട് കേട്ടിട്ട് എൻ്റെ ഉള്ളിലെ ആ ബിസിനസ് വുമൺ ബിസിനസ് കച്ചവട ലേഡി, ബിസിനസ് വുമൺ ബിസിനസ് ലേഡിയെ അദ്ദേഹം തിരിച്ചറിയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹം എനിക്ക് ഹോൾസെയിലായിട്ട് വസ്ത്രങ്ങൾ തന്നേനെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹോൾസെയിലായിട്ട് ഇവിടെ കുറച്ച് വസ്ത്രങ്ങൾ വാങ്ങിച്ചു വെക്കാൻ പോകുകയാണ്. മറ്റൊന്നുമല്ല, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഹോൾസെയിലായിട്ട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു വെക്കുന്നത്. അതായത് എനിക്ക് പിന്നീട് ഇത്തിരി കൂട്ടി വസ്ത്രങ്ങൾ എടുത്തു വെച്ചാൽ എപ്പോഴും പിന്നെ വാങ്ങിക്കണ്ട. പൈസ ഇല്ലാണ്ട് എങ്ങനെ വരുവാണെങ്കിലേ, നമ്മുടെ കയ്യിൽ പെട്ടെന്ന് പൈസ ഒന്നും എടുക്കാനില്ലാത്തൊരു സന്ദർഭം വരുവാണെങ്കിലേ, നമുക്ക് ഇടാനൊന്നും മാറി കൊടുക്കാനും വസ്ത്രങ്ങളില്ലാതാവുകയാണെങ്കിലേ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ കുറെ വസ്ത്രങ്ങൾ എനിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയൊക്കെ കുറച്ച് വസ്ത്രങ്ങൾ ഇവിടെ എടുത്തു വെക്കാമെന്ന് കരുതി. അത് വിൽപ്പനയും ചെയ്യാം, എനിക്ക് ഉപയോഗിക്കാം, വരുന്നവർക്ക് ഉപയോഗിക്കാം, എല്ലാം ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം എന്നെ നല്ലൊരു ബിസിനസ് ആളായിട്ട് കാണുകയായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഞാൻ നല്ലൊരു സുഹൃത്താകുമായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നെ കണ്ടത് വെറും ഒരു വിഡ്ഢിയെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ വെറും ഒരു പെണ്ണിനെ പോലെ ആയിരിക്കണം, ഒന്നും അറിയാൻ വയ്യാത്ത വെറും ഒരു പെണ്ണിനെ പോലെ ആയിരിക്കണം ആ ആളെന്നെ കണ്ടതും.
ആളുടെ കാഴ്ചപ്പാടിൽ എന്നെ സ്വയം വിലയിരുത്താൻ ശ്രമിച്ചതും അങ്ങനെയൊക്കെ ആയിരിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം എന്നെപ്പോലെ അറിയപ്പെടുന്ന ഒരാളിനോട് ഇങ്ങനെ ചെയ്യരുത്. കാരണം കുറച്ചു നേരം എടുത്താണ് ഞാനും അദ്ദേഹവും തമ്മിൽ സംസാരിച്ചത്. എന്റെ ഓരോ വസ്ത്രത്തിന്റെയും, മേൽവസ്ത്രമായാലും അടിവസ്ത്രമായാലും, അത് ഓരോന്നും ഇങ്ങനെ എടുത്തു പറഞ്ഞ് ഒരു നീണ്ട ചാറ്റ് തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഞാൻ കരുതുകയുണ്ടായി, ഇനി അദ്ദേഹത്തിന്റെ അദ്ദേഹം അങ്ങനെ അയച്ചു തരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഹോൾസെയിൽ വസ്ത്രമായിട്ട് വാങ്ങിക്കാമെന്ന്. പക്ഷേങ്കില് അദ്ദേഹം പിന്നീട് സംസാരിക്കാനും വന്നിട്ടില്ല. എനിക്കിട്ടങ്ങോട്ട് സംസാരിക്കാൻ പോവാനും തോന്നിയിട്ടില്ല. എന്തിനേറെ, ആദ്യം അദ്ദേഹം എന്റെ അരികിൽ സംസാരിക്കാൻ വന്നു, കാശൊക്കെ ഇട്ട് തന്നിട്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ ഡിലീറ്റ് ചെയ്യപ്പെട്ടതായിട്ട് കണ്ട്. അപ്പൊ പിറ്റേന്നും മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോഴും ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഡിലീറ്റ് ചെയ്തത് നിങ്ങള്? ഭയമുള്ളവർ പിന്നെ എന്തിനാണ് ലോകം അറിയപ്പെടുന്ന എന്നോട് വന്ന് സംസാരിക്കാൻ വരുന്നത് എന്ന്. അപ്പോഴാണ് പറഞ്ഞത്, അത് തനിയെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ചെയ്യപ്പെടും എന്ന്. അതങ്ങനെയാണ്, നമ്മൾ അങ്ങനെ ആക്കുന്നതല്ല, തനിയെ പോകുന്നതാണെന്ന്. എന്തായാലും പിന്നീട് ഞാനൊരു കുഞ്ഞു ദക്ഷിണ അദ്ദേഹത്തിന് കൊടുക്കുകയും എന്റെ ഒരു സന്തോഷപ്രകാരം കൊടുത്തതാണ്. അപ്പോഴേ അദ്ദേഹം പറയുകയുണ്ടായി, ഞാനിപ്പോ ഇവിടെ ഇല്ല, ഞാൻ ഡൽഹിയിലോ മറ്റോ ആണ്, മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത്. ഞാൻ ഡൽഹിയിലാണ്, മറ്റോ ആണെന്ന് തോന്നുന്നു പറയുന്നത്. ഞാൻ ഇവിടെ ഇല്ല എന്ന്. പിന്നീട് എനിക്ക് ഒരിക്കലും അദ്ദേഹത്തെ ചാറ്റ് ചെയ്യാനോ അങ്ങനെ സംസാരിക്കാനോ പോകാൻ തോന്നിയിട്ടില്ല. പക്ഷെ വസ്ത്ര വ്യാപാരശാലയുണ്ടെന്നും എന്നാൽ അത് ഹോൾസെയിൽ ആണെന്നും അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും വസ്ത്രങ്ങൾ വാങ്ങിക്കണമെന്ന്. എന്തായാലും ഇങ്ങനെയൊരു കാര്യം ഇവിടെ നടക്കുകയുണ്ടായി. ഇതൊരു കഥ പോലെ എനിക്കിവിടെ പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. ഇതൊക്കെയല്ലേ ഞാനോരോ വിഷയങ്ങളായിട്ട് പറയുന്നത്. കഥ പോലെ ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞു വെക്കും. അല്ലാതെ വേറെ എന്ത് വിഷയങ്ങളാണ് എനിക്ക് എന്റെ ചാനലിൽ ഇടാനുള്ളത്? ഇങ്ങനെ ഓരോ മനുഷ്യരുടെയും കാര്യങ്ങള്, മനുഷ്യന്റെ മനസ്സിന്റെ കാര്യങ്ങള്, അവരുടെ തിരക്കിന്റെ കാര്യങ്ങള്, അവരുടെ ഓർമ്മക്കേടുകളുടെ കാര്യങ്ങള്, പിന്നെ ഞാൻ ഓരോന്ന് ഓർമ്മയിലേക്ക് വരുന്ന എന്റെ കാര്യങ്ങള്, പിന്നെ ഭൗതിക തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ദേ ഇവിടെ ഒരു കാക്ക ഇരുന്ന് കരയുന്ന കണ്ടില്ലേ. ഇനി അടുത്ത മനോഹരമായ ഒരു കഥയാ ഞാൻ എന്റെ ഫ്രൈയിങ് ആൻഡ് ക്ലേ എന്ന ചാനലിൽ ഇടാൻ പോകുന്നു. അത് വളരെ മനോഹരമാണ്, എന്നാൽ ഇത്തിരി ഭീകരവുമാണ്. ഇന്നലെ ഞാൻ കണ്ട കാഴ്ചയാണ് എന്റെ ഉൾക്കാഴ്ച. അത് അല്പം ഹൊററാണ്. എന്നാൽ ആ ഹൊററിൽ ഒരു സുന്ദരമായ ഒരു സാന്നിധ്യമുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം. ഇത് ഞാൻ എന്തായാലും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നുണ്ട്, ഈ വോയിസ് ക്ലിപ്പ്. ഇത് കേട്ടിട്ട് അദ്ദേഹത്തോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇത് കേട്ടിട്ട് മനസ്സിൽ മറ്റൊരു വിചാരങ്ങളും കൊണ്ടുപോകേണ്ടതില്ല. അയ്യോ നാഗ, ഞാൻ ഇങ്ങനെ ആയിപ്പോയി, തിരക്കായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറ്റിച്ചതല്ല എന്നൊന്നും പറയൊന്നും വേണ്ട. ഇത് ഞാൻ എന്റെ ഓർമ്മയിൽ വന്നപ്പോ അങ്ങ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, അപ്പോൾ ഞാൻ അങ്ങ് പറഞ്ഞേ ഉള്ളൂ. ഇനി ഇതും മനസ്സിൽ വെച്ചോണ്ട് നിങ്ങൾ ഇങ്ങനെ നീറി കഴിയൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഇത് എനിക്കിങ്ങനെ പറയേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം അങ്ങ് കരുതിയാൽ മതി കേട്ടോ. ഓക്കെ, നന്ദി, നമസ്കാരം.